പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന വചനങ്ങൾ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ യേശു നമ്മളെ പഠിപ്പിച്ച, യേശു നമ്മളോട് പറഞ്ഞു നൽകിയ ഒരു ബുദ്ധിമാനായിരിക്കേണ്ട ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട, പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചില പോർഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ചിന്തിച്ചത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ചിന്തിച്ചത്. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. Blessed are the peacemakers, for they shall be called sons of God. Hallelujah. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്, നമ്മളെ പഠിപ്പിച്ചത്? ആ കാര്യങ്ങൾ നമുക്ക് ആഴത്തിൽ മനസ്സിലാകേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് തന്നെയാണ്. Blessed are the peacemakers, for they shall be called sons of God. നമുക്കതിൻ്റെ ആഴത്തിലുള്ള സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനുണ്ട്. ഇവിടെ ഒരാൾ പീസ് മേക്കർ ആണെങ്കിൽ, അല്ലെങ്കിൽ അതും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ള പീസ് മേക്കർ ആണെങ്കിൽ, യേശു തന്നെ നമ്മളോട് പറയുന്ന, യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, അവര് ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. ഇൻ അതർ വേഴ്സ്, യഥാർത്ഥമായ ദൈവത്തിന്റെ പുത്രന്മാർക്ക് യേശു ഉദ്ദേശിക്കുന്ന ആ പീസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ, കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, റോമാലേഖനം 8-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാര് ആകണമെങ്കിൽ, റോമാലേഖനം 8-ന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച്, ആ രണ്ട് ആശയവും ക്ലബ് ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഒരു വ്യക്തി പീസ് മേക്കർ ആകണമെങ്കിൽ, പിന്നെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ സിസ്റ്റം അനുസരിച്ചിട്ടുള്ള സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തികളാകണമെങ്കിൽ ആ വ്യക്തി ദൈവാത്മാവ് നടത്തുന്ന വ്യക്തി തന്നെ ആയിരിക്കണം. അപ്പൊ ദൈവാത്മാവ് നടത്തുന്ന വ്യക്തിക്ക് ദൈവം ഉദ്ദേശിച്ച ആ സമാധാനം ഉണ്ടാക്കുവാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മളത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ, ഈ യോഹന്നാൻ 14-ാം അധ്യായത്തില് നമുക്കൊരു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തില് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ാം വാക്യം ഇങ്ങനെ കാണുന്നു, 14-ന്റെ-27: സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഇനി നമ്മൾ കുറച്ചുകൂടെ അത് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ യേശു നമ്മളെ പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നതായ ഒരു കാര്യം,
യേശു തരുന്ന സമാധാനം ലോകം തരുന്ന സമാധാനം അല്ല. ആ ഒരു വാക്യത്തിൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. ലോകത്തിനും ചില സമാധാനമൊക്കെ തരാൻ പറ്റും, ബട്ട് യേശു തരുന്ന സമാധാനം അതല്ല. അത് യേശുവിന്റെ ദൈവത്തിന്റെ തന്നെ സമാധാനമാണ് നമുക്ക് തരുന്നത്. അത് ലോകത്തിന് തരാനും പറ്റത്തില്ല. അപ്പോ ഈ ഒരു വാക്യത്തിൽ തന്നെ ഒരു രണ്ട് സെപ്പറേഷൻ, രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നു. ലോകം തരുന്ന സമാധാനം, ദൈവം തരുന്ന സമാധാനം. അപ്പോൾ യേശു തരുന്ന, അല്ലെങ്കിൽ യേശു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്ന 9-ാം വാക്യത്തിൽ പറയുന്ന സമാധാനം, അപ്പോൾ ദൈവികമായ ഒരു സമാധാനമാണ്, ദൈവത്തിന്റെ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഒരു സമാധാനമാണ്. അത് ലോകത്തിന് തരാൻ പറ്റത്തില്ല. ഇനി ലോകം തരുന്ന സമാധാനം കൊണ്ട് ശാശ്വതവുമല്ല, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു എവർലാസ്റ്റിംഗ് പീസ് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ ദൈവം തരുന്ന സമാധാനത്തിന്റെ ഡീറ്റെയിലോട്ട് ആഴത്തിൽ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ കണ്ടു, ആത്മാവ് നടത്തപ്പെടുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ മക്കൾ. ഈ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവികമായ സമാധാനം ഉണ്ടാക്കുവാൻ പറ്റത്തുള്ളൂ. ആ സമാധാനമാണെങ്കിൽ ലോകത്തിലുള്ള പീസ് വർക്ക് ഒന്നുമല്ല, അല്ലെങ്കിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ ഉണ്ടല്ലോ, ആ ഇടപാടൊന്നുമല്ല. യഥാർത്ഥമായ സമാധാനം, ദൈവികമായ സമാധാനം, അതാണ് ഈ വ്യക്തികൾ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തികൾ കൊടുക്കേണ്ടത്, തരേണ്ടത്, ഉണ്ടാക്കേണ്ടത്. ഇവിടെ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച വാക്യത്തിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 26-ാം വാക്യം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അതിനുശേഷമാണ് യേശു പറഞ്ഞത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെടേണ്ട, പരിശുദ്ധാത്മാവിനാൽ കൺട്രോൾഡ് ആയിരിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ യേശു പറയുന്നത്, ദൈവികമായ സമാധാനം. അപ്പൊ ആ ഒരു കാര്യം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ, യോഹന്നാന്റെ ലേഖനത്തില് ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ ലേഖനത്തില് ഒന്നാം ലേഖനം 3-ാം അധ്യായത്തില് അത് എഴുതിയിരിക്കുന്ന രീതി തന്നെ ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായ്ക കൊണ്ട് നമ്മയും അറിയുന്നില്ല. എഗെയിൻ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ദൈവമക്കൾ ആയിത്തീർന്നത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ യേശുവിനെ കൈക്കൊള്ളേണ്ടവണ്ണം കൈക്കൊണ്ട്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കേണ്ടവണ്ണം വിശ്വസിച്ചാൽ നമ്മൾ ദൈവമക്കളാണ്. പക്ഷെ കൈക്കൊള്ളേണ്ടവണ്ണം കൈക്കൊള്ളുകയും വിശ്വസിക്കേണ്ടവണ്ണം വിശ്വസിക്കുകയും ചെയ്യണം. ആ വിശ്വസിക്കുന്ന രീതി നമ്മൾ കുറച്ച് 2-3 ആഴ്ചക്ക് മുമ്പ്, 3-4 ആഴ്ചക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തായിരുന്നു. എങ്ങനെയാ, ഹൗ ടു ബിലീവ് ഇൻ ഗോഡ്, വാട്ട് ഈസ് ആക്ച്വൽ തിങ് റിയലി ഹാപ്പനിങ് ഓവർ ദെയർ. കാരണം സാത്താനും ദൈവത്തെ വിശ്വസിക്കുന്നു, വിറയ്ക്കുകയും ചെയ്യുന്നു.
അപ്പൊ സാത്താന്റെ വിശ്വാസം കൊണ്ട് ഈ ദൈവത്തെ കൈക്കൊള്ളുന്ന ഒരു വിശ്വാസം ഒന്നും ആവുന്നില്ല. അത് വേറൊരു കൺസെപ്റ്റാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനു മുമ്പേ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ ഹൗ ടു ബിലീവ് ഇൻ ഗോഡ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവൻ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിന്റെ തന്നെ ലൈഫിനെ ബേസ് ചെയ്ത് തന്നെ വിശ്വാസത്തിന്റെ പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ അവിടെ വളരെ കറക്റ്റ് ആയിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയാണ്. അപ്പൊ ആർക്കെങ്കിലും അത് വിശ്വാസം എന്താ എന്നുള്ള കൺസെപ്റ്റിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടി അങ്ങോട്ട് പോകാം. അത് നമ്മുടെ റെക്കോർഡിംഗ് സെഷനിൽ യൂട്യൂബിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. കാരണം സാത്താനും വിശ്വസിക്കുന്നു ദൈവത്തെ വിറയ്ക്കുകയും ചെയ്യും. അപ്പൊ സാത്താന്റെ വിശ്വാസം കൊണ്ട്, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ട് കാര്യമില്ല. അപ്പൊ there is something else. അതിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കിടക്കുന്നു. അപ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വചനം, മനസ്സിലാക്കിയ വചനം, ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ദൈവം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ദൈവമക്കളും അല്ലാത്തവരും. ദൈവത്തിന്റെ ഒരു സിസ്റ്റവും ലോകത്തിന്റെ സിസ്റ്റവും. കാരണം ലോകത്തിന് ഒരിക്കലും അക്സസിബിലിറ്റി ഇല്ലാത്ത, ലോകത്തിന് ഒരിക്കലും മനസ്സിലാകാത്ത എന്തോ കാര്യം ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ ജീവിതത്തിലുണ്ട്. ലോകത്തിന് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അനുഭവം, ഒരു കാര്യമുണ്ട്. അത് നമുക്ക് വ്യക്തമായി മനസ്സിലാവണം. അതായത് ഒരാൾ വിശ്വാസത്തിൽ വന്നാൽ, യഥാർത്ഥമായ ദൈവത്തിന്റെ മകനായാൽ, മകളായാൽ, യഥാർത്ഥമായ ദൈവത്തിന്റെ സിസ്റ്റത്തിലായാൽ, അതാകാത്ത അങ്ങനെ ഒരു അനുഭവം പ്രാപിക്കാത്ത വ്യക്തിയും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രകടമായ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ കാര്യം ആദ്യം നമുക്ക് മനസ്സിലാവണം. If we don't have that experience, even something wrong in our ഈ വിശ്വാസ ജീവിതം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമ്മൾ കൂടുതൽ അത് ഡിഫൈൻ ചെയ്യണം. അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ യഥാർത്ഥമായ രക്ഷിക്കപ്പെടൽ വന്നിട്ടില്ല. ഞാൻ അതിന്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാം. അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന, കാരണം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയേക്കുന്നു, യോഹന്നാൻ എഴുതിയേക്കുന്നു, പല പൗലോസ് എഴുതിയിട്ടുണ്ട്. ലോകത്തിന് അറിയുന്നില്ല എന്നാ പറയുന്നത്. ലോകത്തിന് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. അത് ലോകത്തിന് ഒരു കാരണവശാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തൊരു എന്തോ ഒരു കാര്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കാരണം ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മെ അറിയുന്നില്ല. അതായത് ലോകത്തിന് തരാൻ പറ്റാത്ത, ലോകത്തിന് മനസ്സിലാകാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം ഒരു യഥാർത്ഥമായ വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലും അത് എടുത്ത് എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഇപ്പൊ നമ്മൾ വായിച്ച 14-ാം അധ്യായത്തിൽ തന്നെ ഒരു വാക്യം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 14:12 ശ്രദ്ധിക്കണത്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. യേശു ഒരു ആളെ കുറിച്ചാണ് പറയുന്നത്. അത് ആരാന്ന് വെച്ചാൽ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഈ ആത്മാവിനെ കുറിച്ചാണ് യേശു അടുത്ത വാക്യത്തിൽ പറയുന്നത്. ലോകം അവനെ കാണുകയോ, ഈ ആത്മാവിനെ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാഞ്ഞാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയില്ല. അപ്പോ ലോകത്തിന് മനസ്സിലാകാൻ പറ്റാത്ത, ലോകത്തിന് റിസീവ് ചെയ്യാൻ പറ്റാത്ത, യേശുവിൽ കൂടെ അല്ലാതെ രക്ഷിക്കപ്പെട്ട യഥാർത്ഥമായ രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അക്സസിബിൾ ഇല്ലാത്ത ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പോ ഇവിടെ വ്യക്തമായി നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാകേണ്ട, എല്ലാ വിശ്വാസിയും മനസ്സിലാകേണ്ട കാര്യമാണ്. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം, യേശുവിന്റെ
ആ ഡിസൈനിൽ ഒരാളെ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലോട്ട് നിത്യജീവനിലോട്ട് പോകണമെങ്കിൽ ഈ ആത്മാവ് അല്ലെങ്കിൽ ഒരു വ്യക്തിയും, ഒരു വിശ്വാസിയായ വ്യക്തിയും, യഥാർത്ഥമായ വിശ്വാസിയായ വ്യക്തിയും അവിശ്വാസിയുമായ വ്യക്തിയും തമ്മിലുള്ള ഏക പ്രകടമായ വിശ്വാസം ഒരു വ്യത്യാസം, ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്, വിശ്വാസിക്ക് ഒരു സാധനം മറ്റവനില്ലാത്തൊരു സാധനമുണ്ട്, അത് ദൈവത്തിന്റെ ആത്മാവാണ്. ഈ വിശ്വാസിക്കും അവിശ്വാസിക്കും രണ്ടുപേർക്കുമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവനില് രണ്ടുപേർക്കും ബുദ്ധിയുണ്ട്, ബ്രെയിനുണ്ട്, രണ്ടുപേർക്കും ആത്മാവുണ്ട്, രണ്ടുപേർക്കും സോളുണ്ട്, രണ്ടുപേരിലും സാത്താൻ അക്സസിബിലിറ്റി ഉണ്ട്. എഗെയിൻ ഞാൻ പറയുന്നു, വിശ്വാസിയാണെങ്കിലും സാത്താന് അക്സസിബിലിറ്റിക്കുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. പക്ഷേ സാത്താന്റെ സ്പിരിറ്റിന് ഈ വിശ്വാസിയാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഓഫ് കോഴ്സ്, അതായത് വിശ്വാസിക്കും അവിശ്വാസിയിലും, അതായത് സാത്താന് വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവന് സോളുണ്ട്, അവന് ആത്മാവുണ്ട്, അവന് ബ്രെയിനുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവിശ്വാസിക്ക് ഇല്ലാത്ത, വിശ്വാസിക്ക് മാത്രം കിട്ടുന്നൊരു കാര്യം, വിശ്വാസിയുടെ മേൽ പരിശുദ്ധാത്മാവ് എന്നുള്ളൊരു സാധനമുണ്ട്. അത് അവിശ്വാസിക്കില്ല, ലോകത്തിന് മനസ്സിലാവുകയില്ല. ഇതാണ് യഥാർത്ഥമായ വിശ്വാസ ജീവിതത്തിൽ ഒരാൾ വന്നാൽ അയാൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രകടമായ കാര്യം. ഇനി ദൈവത്തിന്റെ സകല പ്രവൃത്തിയും അയാളുടെ ജീവിതത്തിൽ, സകല അനുഗ്രഹമോ ദൈവത്തിന്റെ പദ്ധതികളോ ഒക്കെ നടക്കുന്നത് ഈ ആത്മാവിൽ കൂടെയാണ് ദൈവം നടത്താൻ പോകുന്നത്. അപ്പൊ ഈ ആത്മാവിന്റെ പ്രവർത്തിക്കേണ്ട രീതിയിൽ ഈ ആ വ്യക്തിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇയാൾ വിശ്വാസത്തിൽ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞ ഈ ഒരു ആശയം വ്യക്തമായി മനസ്സിലാവണം. Unless and until this person is being led by this Holy Spirit, oh hallelujah, yes, what is the benefit for him? Or ദൈവത്തിന് അവനെ കുറിച്ച് എന്തെങ്കിലും ഉദ്ദേശം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഇനി അവന്റെ ലൈഫില് എന്നാ പിന്നെ അവൻ സാധാരണ ഒരു വ്യക്തിയായി അങ്ങ് പോയാൽ പോരായിരുന്നോ? സാധാരണ എല്ലാ വ്യക്തികൾക്കും ഉള്ള അവന്റെ ഒരു ബുദ്ധിയും സിസ്റ്റവും. ഇനി വേണം ഇടയ്ക്കിടയ്ക്ക് സാത്താൻ അവനിൽ പ്രവർത്തിക്കും. സാത്താൻ പ്രവർത്തിക്കുന്നു പറയാൻ കാരണം ഞാനത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തത്, പ്രാക്ടിക്കലി ഇല്ലുസ്ട്രേറ്റ് ചെയ്തത്. നമുക്കൊക്കെ ഓരോ ആശയങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു. നമ്മൾ ഓരോന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യുന്നു. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സന്ദർഭത്തില് പെട്ടെന്ന്, ഫോർ എക്സാമ്പിൾ, നമ്മൾ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലോ അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും അവസ്ഥയിലോ നമുക്കറിയാം ചെയ്യാൻ പാടില്ലാത്ത, അത് ശരിയല്ല എന്നൊക്കെ അറിയാം, എന്നാലും നമ്മൾക്ക് കൺട്രോൾ ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പ്രവർത്തിക്കുകയും പെട്ടെന്ന് എന്തെങ്കിലും പറയുകയും, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് എന്നുള്ള സുബോധം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആക്ട് ചെയ്തത് ശരിയല്ല, അത് അത്ര ശരിയായ ഒരു രീതിയല്ല. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? എൻ്റെ ജീവിതത്തിലൊക്കെ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ തന്നെ ബുദ്ധിക്ക് നിരക്കാത്ത, നമ്മുടെ തന്നെ കൺട്രോളിൽ ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഭവം, അത് കൂടുതലും നെഗറ്റീവായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവം. അങ്ങനെ ഉണ്ടായിട്ടില്ല? പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന, പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിൽ അഡിക്റ്റായി അല്ലെങ്കിൽ ടെംപ്റ്റായി അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, ഇങ്ങനെ നടക്കുന്നത് സാത്താന്റെ ആക്ഷനാണ്. ഈവിൾ സ്പിരിറ്റിനാൽ നടത്തപ്പെടുന്ന, ഈവിളാൽ ചെയ്യപ്പെടുന്ന കാര്യമാണ്. ഈ സാധനം വിശ്വാസിക്കും
ഉണ്ടാവാം. വിശ്വാസി അത് കെയർഫുൾ ഇത് മനസ്സിലാക്കി അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലോട്ട് മനസ്സിലാക്കി അതിനെ പ്രിവെന്റ് ചെയ്യാൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ വിശ്വാസിയാണെങ്കിലും രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവുള്ള വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം അവന്റെ ജീവിതത്തിൽ പിന്നെയും ഉണ്ടാവാം. ഞാൻ അതിന്റെ ഡീറ്റെയിലോട്ടൊക്കെ ഞാൻ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇന്നത്തെ ഇതിന്റെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാവും. Otherwise, at least try to understand this one. That can happen to a believer who has Holy Spirit, who has genuinely accepted Jesus as Lord and Savior and genuinely received the Holy Spirit, genuinely experience the power and the action and the control and the guidance of Holy Spirit, even though he may experience this kind of things. അല്ലെങ്കിൽ സാത്താന്റെ പ്രവൃത്തി അവനിൽ പെട്ടെന്ന് വേണമെങ്കിൽ വരാം. അത് മാറണമെങ്കിൽ ബൈബിൾ പ്രകാരം പ്രൊവിഷൻസ് ഉണ്ട്, ബൈബിൾ പ്രകാരം അതിന് സിസ്റ്റം ഉണ്ട്. നമുക്ക് അതിനകത്തോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ആക്ഷൻ, അതായത് പിന്നെ നമ്മൾ സാധാരണ നമ്മളെല്ലാം എന്തെങ്കിലും നമ്മൾ എക്സാം എഴുതുകയാണ്, അപ്പൊ നമ്മൾ ബുദ്ധി പ്രയോഗിച്ച് ഒരു ക്വസ്റ്റ്യൻസ് കിട്ടുന്നു, ആ ക്വസ്റ്റ്യൻ ഹൗ ടു അനലൈസ് ഇറ്റ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഹൗ ടു വാട്ട് വിൽ ബി ദ കേസ്, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വന്നു അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാം എക്സാമിനേഷൻ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ സാധനം വിശ്വാസിക്കുമുണ്ട് അവിശ്വാസിക്കുമുണ്ട്. ഈ പറഞ്ഞ പെട്ടെന്ന് സാത്താൻ വന്ന് ഇടിച്ചു കയറി ചെയ്യിപ്പിക്കുന്ന കാര്യം വിശ്വാസിക്കുമുണ്ട് അവിശ്വാസിക്കുമുണ്ട്. ഇനി യഥാർത്ഥമായ നിങ്ങൾ ഒരു വിശ്വാസിയാണ്, ഈ കേൾക്കുന്ന വ്യക്തി യഥാർത്ഥമായ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ദൈവമേ ഞാൻ എന്താണ് ഈ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്, ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്താണ് യഥാർത്ഥമായി ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രത്യേകമായ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് തരുന്ന ചില പ്രത്യേകമായ ആശയങ്ങൾ. ഇനി അതല്ല, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ് ഓഫ് ടങ് റിസീവ് ചെയ്യുന്ന ആ സന്ദർഭം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് പവർ റിസീവ് ചെയ്യുന്ന സന്ദർഭം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് പ്രൊഫസി റിസീവ് ചെയ്യുന്ന സന്ദർഭം, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ആലോചന റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ അവിശ്വാസിക്ക്, യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് അപ്രാപ്യമാണ്. അവർക്കത് കിട്ടില്ല, അക്സസിബിലിറ്റി ഇല്ല, ദൈവം അവർക്ക് കൊടുക്കത്തില്ല. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സപ്പോസ് ആ വ്യക്തി ദൈവത്തിന്റെ കോളിങ്ങിൽ പെട്ട വ്യക്തിയാണെങ്കിൽ, ദൈവത്തിന്റെ മാസ്റ്റർ കോളിങ്ങിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, അവനിൽ പരിശുദ്ധാത്മാവ് ഒട്ടുമേ ഇടപെട്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊക്കെ രക്ഷിക്കപ്പെടാൻ കാരണമായതും പരിശുദ്ധാത്മാവിന്റെ ആക്ഷനാണ്. ആ കത്തല്, ആ ഒരു പരിശുദ്ധാത്മാവിന്റെ ഇടപെട് നമ്മൾ ഈവൻ യേശുവിനെ യഥാർത്ഥമായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന മുമ്പേ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന്റെ ഫലമാണ് നമ്മൾ യേശുവിനെ കൈക്കൊണ്ടത്. പിതാവ് ആകർഷിച്ചിട്ട ആ ഒരു, ഞാൻ പറയുന്ന കോളിംഗ് ഇല്ലാത്ത, പിതാവ് ആകർഷിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അയാളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഫങ്ഷനും ഉണ്ടാവില്ല. അയാൾക്ക് അയാളുടെ മാനുഷികമായ ബുദ്ധിയിൽ നിന്നുള്ള കാര്യങ്ങളും സാത്താനികമായ കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. സോ ദിസ് ഡിസ്റ്റിങ്ഷൻ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ കുറച്ചുകൂടെ അത് ഞാൻ പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാക്ടിക്കലി പറയാം. ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പൈതല് വിശ്വാസ ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു പൈതലാന്ന് വെച്ചോ. ഓക്കെ, ആ വ്യക്തി അയാൾ ചർച്ചിൽ പോകുന്നു, അയാൾ വചനം കേൾക്കുന്നു, സൺഡേ സ്കൂൾ പോകുന്നു, പക്ഷെ അയാൾ ഇതുവരെ യേശുവിനെ യഥാർത്ഥമായി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇയാൾക്കും ഓൾറെഡി കോളിംഗ് ഉള്ള വ്യക്തിയാണെന്ന് വെച്ചു, പക്ഷെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല പ്രോപ്പർലി. അപ്പൊ അങ്ങനെ കോളിംഗ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഇയാൾ കേൾക്കുന്ന വചനം അയാളെ സ്ട്രൈക്ക് ചെയ്യും, പരിശുദ്ധാത്മാവ് അയാൾ കത്തുവൊക്കെ ചെയ്യും. അതായത് ഈ കാര്യം, ഈ
പറയുന്ന വചനം അവന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ആത്മാവിന്റെ പ്രവർത്തനം ചെയ്യും. അത് തന്നെ ചെയ്യും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഹി ഹാസ് ദ പ്രോപ്പർ ആക്സസ് ഓഫ് ഹോളി സ്പിരിറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റാണ്. അപ്പോ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുന്ന സംഭവം അത് അവന്റെ റൈറ്റ് ഒന്നുമല്ല, പകരം ദൈവത്തിന്റെ ഗ്രേസിൽപ്പെട്ട അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ദൈവത്തിന് ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുന്നതാണ്. പക്ഷേ ഇവൻ യഥാർത്ഥമായി യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ യേശു അവനിൽ വസിക്കുന്ന ഒരവസ്ഥ. യഥാർത്ഥമായി നമ്മൾ യേശുവിൽ, അതായത് എന്റെ കൺട്രോൾ, യേശുവെ അങ്ങ് നടത്തണമേ. എന്റെ ഡിസിഷൻസ്, എനിക്ക് ഡിസിഷൻ എടുക്കാൻ എനിക്ക് എന്റെ ബുദ്ധിയുണ്ട്, പിന്നെ സാത്താനും ബുദ്ധി പറഞ്ഞു തരും. പക്ഷെ അത് രണ്ടും ഞാൻ എടുക്കുന്നില്ല. പകരം അങ്ങ് എന്നിൽ തന്ന ഹോളി സ്പിരിറ്റ് എന്തു പറയുന്നോ that I will take. Oh Jesus. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ തന്നെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. വാക്യം 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അടുത്ത വാക്യം കൂടെ നമുക്ക് എഴുതാം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവീൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവീൻ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ യേശു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യേശു സംസാരിക്കുന്നത് സ്വയമായിട്ടല്ല പോലും, പകരം പിതാവ് അവനിൽ വസിച്ചിട്ട് അവൻ സംസാരിക്കുന്നു. യേശു പിന്നെയും ക്ലെയിം ചെയ്യുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഞാനായിട്ട് ചെയ്യുന്നതല്ല, പകരം പിതാവ് എന്നിൽ വസിച്ചിട്ട് ചെയ്യുന്നു. അതേ യേശു തന്നെ നമ്മളോട് പറയുന്നു, നമ്മൾ യേശുവിനെ കൈക്കൊള്ളാൻ, ഇതേ രീതിയിൽ കൈക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, യെസ്, നമുക്കും പിതാവ്, യേശു നമ്മളോട് പറയുന്ന, യേശു നമ്മളിൽ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി നമ്മളിലൂടെ പ്രവർത്തിക്കുവാനും, നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ പറയാതെ പരിശുദ്ധാത്മാവിനോട് ചോദിച്ച്, പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് പറയേണ്ടു എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് അങ്ങനെ പറയാനും അങ്ങനെ പ്രവർത്തിക്കാനുമുള്ള ഒരു ആത്മാവിന്റെ നിലവാരം, വേറൊരു ഡിവൈൻ പവർ നമ്മളെ കൺട്രോൾ ചെയ്യും. I have that experience. നമ്മൾ അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണേ, ഒരു വിശ്വാസിയായ വ്യക്തിക്ക് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, അവന്റെ സ്വന്തം ബുദ്ധി
പറയുന്നവന് ചെയ്യാം. 2 ലോകം പറയുന്നതോ അല്ലെങ്കിൽ സാത്താൻ പറയുന്നതോ ചെയ്യാം. അത് ക്ലബ് ചെയ്യുക രണ്ടും. 3 ഹോളി സ്പിരിറ്റ് പറയുന്നത് ചെയ്യാം. ഹോളി സ്പിരിറ്റിനോട് ചോദിച്ച് ഹോളി സ്പിരിറ്റ് ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് അവനെ പ്രവർത്തിക്കാം. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ 3ാമത്തെ ഓപ്ഷനിലുള്ള വ്യക്തി ജീവിതങ്ങളാണ് യഥാർത്ഥമായി ദൈവത്തിന്റെ മക്കൾ. അവരാണ് ദൈവത്തിന്റെ മക്കൾ. ആ കാര്യം ഡീറ്റെയിൽഡായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തില് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തി ജീവിതങ്ങള് ഈ 3ാമത്തെ കാറ്റഗറിയിലുള്ള വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവേ അങ്ങെന്ന് പറയുന്നു. മാത്രമല്ല ആ മനുഷ്യൻ അങ്ങനത്തെ വ്യക്തി ജീവിതങ്ങള് അവര് ശരിക്കും പറഞ്ഞ അവരുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ പ്രവൃത്തി അവന്റെ ലൈഫില് ആകട്ടെ എന്ന്. ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കുറിച്ച് തന്നെ പ്ലാൻ ഉണ്ട്. നമുക്ക് ആ ജോലി വേണം, ഈ ജോലി വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഓ ജീസസ്. ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സിലാക്കുകയും ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ എനിക്ക് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും ഹല്ലേലൂയ വളരെ അധികമായി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഭയങ്കരമായ വ്യത്യാസത്തിൽ, മലയാളത്തിൽ പറഞ്ഞ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസത്തിൽ, ഞാൻ എനിക്ക് വേണ്ടി ഏറ്റവും മനോഹരമായി പ്ലാൻ ചെയ്യുന്നതിന്റെ 1000-ഉം 10,000-ഉം ഇരട്ടി മനോഹരമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന് വേണ്ടി എന്റെ ലൈഫിനെ ഡെഡിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ, ജീസസ്, that is the right method that God is looking for in every child of God. Hallelujah. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തില് ഈ ഒരു ആശയത്തിൽ, ഈ ഒരു കൺസെപ്റ്റിന്റെ പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷൻ നമുക്ക് കാണുവാൻ കഴിയും. കാരണം പീസ് മേക്കർ ആകണമെങ്കിൽ അത് ദൈവം തരുന്ന സമാധാനം ഉണ്ടാക്കുവാൻ പ്രാപ്യമായ വ്യക്തിയാകണമെങ്കിൽ, അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി, അതായത് യഥാർത്ഥ ദൈവ പൈതൽ തന്നെയായിരിക്കും. അതായത് അവനുള്ള സ്വന്തം ബുദ്ധി, സാത്താന്യ ബുദ്ധി അല്ലെങ്കിൽ ലോകത്തിന്റെ ബുദ്ധി, പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യക്തി തന്നെയായിരിക്കും. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനി പ്രാക്ടിക്കലായിട്ടുള്ള കേസ് ഞാൻ വരാം. ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തില് അവിടെയും ആ പൗലോസ് ഇതിനെ ഡിസ്റ്റിങ്ക്ട് ചെയ്യുക. അതായത് ലോകമനുഷ്യനും ജഡത്തിന്റെ ഒരു സിസ്റ്റവും ദൈവത്തിന്റെ ഒരു സിസ്റ്റവുമായിട്ട് 2 സെപ്പറേഷൻസ് ഇവിടെ വളരെ വ്യക്തമായി വരച്ചു കാട്ടാണ്. റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇതിന് വെറുതെ ന്യായപ്രമാണം അല്ലെങ്കിൽ ജൂയിഷ് ലോ അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിനോടൊന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് അത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്തിനാ ഇത് പഠിക്കണമെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ഇപ്പോഴത്തെ ലൈഫിൽ നമുക്കിത് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വചന സത്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി യേശുവിൽ ആണെങ്കിൽ, കുറച്ച് മുമ്പ് യേശു തന്നെ പറഞ്ഞത്, പിതാവ് എന്നിലും ഞാൻ അവനിലും വസിച്ച് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്.
അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് യഥാർത്ഥമായ ദൈവത്തിന്റെ ഡിസൈൻ എങ്ങനെയാണ്? നമ്മൾ യേശുവിൽ വസിച്ച്, യേശു നമ്മളിൽ വസിച്ച് അവന്റെ പ്രവൃത്തി ചെയ്യുന്ന ഒരു ഭയങ്കര അവസ്ഥ. അതിനകത്തും തന്നെ പ്രാക്ടിക്കലായിട്ട് യേശു പറയുന്നൊരു കാര്യമുണ്ട്. യേശു സ്വയമായിട്ടല്ല പറയുന്നത്, പകരം പിതാവിൽ നിന്ന് റിസീവ് ചെയ്തിട്ടാണ് പറയുന്നത്. ദ സെയിം തിങ് ഗോഡ് ഈസ് ആക്ച്വലി പാസിംഗ് ഓൺ ടു അസ്. ആൻഡ് വാട്ട് ഈസ് എക്സ്പെക്ടേഷൻ? നമ്മൾ യേശുവിൽ വസിക്കുന്നു, യേശു നമ്മൾ വസിക്കുന്നു. യേശു എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ബുദ്ധിയും അവൈലബിൾ ആ ബുദ്ധി, ലോകത്തിന്റെ ജ്ഞാനവും സാത്താന്റെ സിസ്റ്റം അവൈലബിൾ ആ. ബട്ട് യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ്. റാദർ യു റിസീവ് ഫ്രം ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഡെലിവർ. Receive from Jesus and act. That is what God is really planning for every child of God. Every child of God. Hallelujah. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ഷൻ ആ പൗലോസ് ഇവിടെ പറയുന്നത്. യേശുവിൽ വസിച്ച്, യേശുവിൽ വസിച്ച്, യേശുവിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ എടുത്തിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, പറയുകയും ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2-ാം വാക്യം മുതൽ ആ രീതിയിൽ കാണാം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1. ഈ പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിന് എനിക്ക് പാപത്തിന്റെ പ്രമാണം, അതായത് നമ്മൾ ജഡത്തിലാണ്, ജഡത്തിന്റെ സിസ്റ്റത്തിലാണ്, പക്ഷെ yes, that Holy Spirit has the power to lead us in, oh hallelujah, in proper life or holy life. Yes, it has the power. It has the power. Holy Spirit has the power. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിക്കുവാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതായത് ഇങ്ങനൊരു ആത്മാവ് നമ്മളിൽ കിട്ടാൻ കാരണം നമ്മൾ യേശുവിനെ കൈക്കൊണ്ടത് കൊണ്ടാണ്. യേശു ത്രൂ ആണ് ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് കിട്ടിയത്. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതെ, ഞാൻ വേറൊരു കാര്യത്തിനെ ഇങ്ങോട്ടയക്കും, അവൻ നിങ്ങളെല്ലാ സത്യത്തിലും വഴി നടത്തും. ഈ കാര്യം ശരിക്കും പറയാൻ നടക്കുന്നത് ആരാ? യേശു കൂടിയാ. യേശു വന്നതിന്റെ പർപ്പസ് എന്താ? ഈ ഒരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാഴ്ചപ്പാട്, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാഴ്ചപ്പാട്. എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടെ പൗലോസ് പറയുന്നത്, ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിന് തന്നെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇന്നൂടെ പൗലോസ് ഇവിടെ തന്നെ പറയാണ്. അതായത് നമുക്ക് ജഡമുണ്ട്, ജഡത്തിന്റെ ബുദ്ധിയുണ്ട്, അതുപോലെ സാത്താന്റെ സിസ്റ്റം ഉണ്ട്. സാത്താന്റെ സിസ്റ്റവും നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുകയും പറയുകയും ചെയ്യിപ്പിക്കുകയോ ചെയ്യും. അതല്ലേ പണ്ട് പത്രോസിന് പറ്റിയത്. പത്രോസ് ദൈവത്തിന്റെ സിസ്റ്റത്തിനെതിരായിട്ട് യേശുവിനെ പോലും ഉപദേശിക്കാൻ തുടങ്ങി. അപ്പൊ യേശു അതിന് ഒറ്റ ശാസിച്ചത് ആരെ? പത്രോസിനെയാണോ? അല്ല, സാത്താനെയാണ് ശാസിച്ചത്. അപ്പോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് എന്തിനാ തന്നതെന്ന് വെച്ചാൽ, ആ പരിശുദ്ധാത്മാവിന് ചോദിച്ചിട്ട് ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജഡത്തിന്റെ പ്രവൃത്തി ചെയ്യാതിരിക്കാനാണ്. പകരം പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രം ചെയ്യാനാണ് നമ്മളെ ഓരോരുത്തരെയും യേശു കണ്ടത്, വിളിച്ചത്, യേശു നമ്മുടെ ജീവിതത്തിൽ വന്നത്. This is the only difference, practical difference between a child of God and a non-believer. This is the only difference, practical difference. Oh Jesus. Again I am saying, hallelujah. യേശുവിനെ യഥാർത്ഥമായി രക്ഷിക്കപ്പെടാത്ത, അല്ലെങ്കിൽ യേശുവിനെ യഥാർത്ഥമായി കൈക്കൊള്ളാത്ത പല വ്യക്തികളും
ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മഹാത്മാഗാന്ധി ബൈബിൾ വായിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് യേശുവിന്റെ പല ആശയങ്ങളും മഹാത്മാഗാന്ധി അത് അഡ്മയർ ചെയ്യുന്ന, ഒരുപക്ഷെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഈവൻ പല റൂളേഴ്സ് ബൈബിളിലെ ആശയം എടുത്ത വ്യക്തിയായിരിക്കാം. ഈവൻ നമ്മുടെ ഇപ്പം പ്രസന്റ് രാഷ്ട്രീയത്തിൽ തന്നെ പലരും ഉണ്ട്. പല സാഹിത്യകാരന്മാര് ബൈബിളിലെ ആശയം എടുത്ത വ്യക്തികളുണ്ടാവും. ബൈബിൾ പറയുന്ന കാര്യങ്ങൾ ആശയമായിട്ട് എടുത്തിട്ടുണ്ടാവും. പക്ഷേ അവർ യേശുവിനെ കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ടില്ലെങ്കിൽ അവർക്ക് ആ പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു ഫംഗ്ഷൻ അവരുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. പകരം ബൈബിൾ വായിച്ച് കിട്ടുന്ന അറിവിനകത്ത് പറയുന്ന ചില മോറൽ ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം അവരുടെ ബുദ്ധിയിൽ തന്നെ അവർക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. പക്ഷെ അതല്ല ഞാൻ പറയുന്ന ഈ കാര്യം. ആ ഒരു മോറൽ അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന നല്ല കാര്യങ്ങൾ, നല്ല മെത്തേഡ് അവന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതൊന്നും അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. യേശുവിനെ കൈക്കൊള്ളേണ്ടതുപോലെ കൈക്കൊണ്ട് പരിശുദ്ധാത്മാവ് നടത്തേണ്ടുന്നതുപോലെ നടത്തിയാൽ മാത്രമേ അവൻ നിത്യജീവനിൽ പോകത്തുള്ളൂ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ വ്യക്തമായി പറയുന്ന, മനസ്സിലാക്കിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ചർച്ചുകളിലെ പ്രശ്നം എന്താണെന്നറിയാവോ? ചർച്ചുകളിൽ നടക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ബൈബിൾ സ്റ്റോറീസ്, ബൈബിൾ മൂല്യങ്ങള് അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജഡത്തിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മഹാത്മാഗാന്ധി ചെയ്യണ പോലെ. അതായത് ത്രൂ ഔട്ട് ബൈബിളിൽ പോകുന്നത്, അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നത്, വചനം കേൾക്കുന്നത്, പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടുന്നത്, ഈവൻ ബൈബിൾ കോളേജിലാണെങ്കിൽ പോലും ഒരുപക്ഷെ ഈ മൊറൽസ് മൊത്തം എടുത്തിട്ട് ഈ ജഡത്തിൽ നിന്ന്, അതായത് നമ്മുടെ ബുദ്ധിയെ വെച്ചിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് തെറ്റി. ദാറ്റ് ഈസ് നോട്ട് ദ വേ, ദാറ്റ് ഈസ് നോട്ട് ദ സിസ്റ്റം ഗോഡ് ഹാസ് ഡിസൈൻഡ് ഫോർ us. Rather we have Holy Spirit. Oh Jesus. അത് എന്തുകൊണ്ടാണ് തെറ്റി എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഹല്ലേലൂയ. എന്താണ് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറയാം. ഇസ്രായേൽ മക്കള് ഒരിക്കൽ എരിഹോ മതില് അല്ലെങ്കിൽ എരിഹോ പട്ടണം പിടിച്ചു. ആ പിടിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ പിടിച്ച്? ദൈവം പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അതേപടി യോശുവ എക്സിക്യൂട്ട് ചെയ്തു. എങ്ങനെ? അതിഭയങ്കരമായ കെട്ടുറപ്പുള്ള പട്ടണം പിടിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ എന്താ? 7 ദിവസം പട്ടണത്തെ വലം വെക്കുക, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം വലം വെക്കുക, 7ാമത്തെ പ്രാവശ്യം കാഹളമൂതുക, പട്ടണം വീഴും, മതിൽ വീഴും, അറ്റാക്ക്. അപ്പോ അങ്ങനെ അവർ പട്ടണം പിടിച്ചത്. അതെങ്ങനെയാ പിടിച്ചത്? ദൈവം പറഞ്ഞ സിസ്റ്റം അനുസരിച്ച്. അതിനുശേഷം ആ വലിയ മഹാവിജയത്തിന് ശേഷം അടുത്തൊരു ചെറിയ പട്ടണം പിടിക്കാൻ ആവശ്യം വന്നു. അപ്പൊ എന്താണ് അവര് നോക്കിയപ്പോ അത് ഇത്ര വലിയ പട്ടണം നമ്മൾ പിടിച്ചു. അതൊരു കുഞ്ഞു പട്ടണ. എല്ലാരും പോയിട്ട് ചുമ്മാ മെനക്കേട് ഉണ്ടാക്കണ്ട, എല്ലാരും പോകേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു പേര് പോയിട്ട് മാന്യമായിട്ട് തോറ്റിട്ട് വന്നു. പ്രിയ ദൈവമക്കളെ,
ഈ ബൈബിൾ മൊറയിലാണെങ്കിൽ പോലും we must execute according to the guidance of Holy Spirit. We cannot ensure the victory if we don't have the Holy Spirit with us, the guidance of Holy Spirit with us. Because ഈ ബൈബിൾ എന്ന് പറയുന്നത് ഇതിന്റെ author Holy Spirit. What I am trying to say, access the author himself, then try to interpret. യേശു അതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന മനസ്സിലാക്കുന്ന സിസ്റ്റം. ആ ഓതറിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈബിള് നമ്മളോട് സംസാരിക്കുന്നത്. അത് കേവലം ചില ചരിത്ര സത്യങ്ങളും കേവലം ചില മെത്തേഡ്സും മാത്രമാണെങ്കിൽ ഈ ബൈബിൾ ഇത്ര ഓടൂല. ഓരോ പ്രാവശ്യം ബൈബിൾ വായിക്കുമ്പോഴും ഓരോ തരത്തിൽ അല്ലെങ്കിൽ ഓരോ ആഴത്തിൽ നമ്മളോട് സംസാരിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. അതേസമയം ഈ ബൈബിളിനെ ഈ ആത്മാവിന്റെ ഫംഗ്ഷൻ ഇല്ലാതെ കേവലം ഒരു മാനുവലായിട്ട് പഠിച്ചാൽ ആ മാനുവലിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം എപ്പോഴും നിങ്ങളെ നടത്താനോ നിങ്ങളെ സക്സസിലോട്ട് എത്തിക്കാനോ അല്ലെങ്കിൽ പോകേണ്ട രീതിയിൽ പോകാനോ കേപ്പബിൾ ആവണമെന്നൊരു നിർബന്ധവും ഇല്ല. കാരണം എരിഹോ പഠനത്തിന് ശേഷം അടുത്ത പഠനം പിടിക്കുന്നപ്പോൾ ചെറിയൊരു പഠനം തോറ്റിട്ട് പോകുന്നു. കാരണം അവിടുത്തെ പ്രശ്നം ഇവരുടെ ശക്തി ഇല്ലായ്മയോ അല്ലെങ്കിൽ അവർ അസസ് ചെയ്ത ആ പട്ടണത്തിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ അവരുടെ സോട്ട് അനാലിസിസ്, ഞങ്ങൾക്ക് മാനേജ്മെന്റിൽ പല കാര്യങ്ങളും ചെയ്യുന്ന സാധനം സോട്ട് അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. ഓ ജീസസ്. പക്ഷെ അവിടെ ഒരു ശാപം കിടപ്പുണ്ടായിരുന്നു. ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ടൊരു ശാപം. ആ ശാപമാണ് അവരെ തോപ്പിച്ചത്. ആഖാന്റെ ഭാഗത്ത് വന്ന പ്രശ്നം. ഈ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അതെ, എന്റെ പോയിന്റ് അതല്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മ ഓർപ്പിച്ചതുകൊണ്ട് what I am trying to say, don't simply try to learn this Bible as a manual. Because every time in your life, because എന്താണ് അവിടെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ ശരിക്കും കണ്ടത് എന്താ? യേശു എന്താ നമ്മളോട് പറയുന്നത്? നമ്മൾ യേശുവിൽ വസിച്ചാൽ, യേശു നമ്മളിൽ വസിച്ചാൽ, എന്നിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കേൾക്കേണ്ടത് എന്താ? നമ്മുടെ ബുദ്ധിയല്ല, ലോകത്തിന്റെ ബുദ്ധിയല്ല, സാത്താൻ പറഞ്ഞു തരുന്നതല്ല, പരിശുദ്ധാത്മാവിനെ ദൈവം പറയുന്നത് കേട്ടത് പ്രവർത്തിച്ചാൽ, യേശു ഇവിടെ ചെയ്തതിനും വലുത് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥമായി പ്രകാശിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥമായി സമാധാനം ഉണ്ടാക്കുന്നത്. ലോകത്തിന് തരാൻ പറ്റാത്തൊരു സമാധാനം നമുക്ക് കൊടുക്കുവാൻ പറ്റും. എങ്ങനെ? ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിലെ പൗലോസ് ലേഖനത്തിലൂടെ ഈ ഒരു കാര്യം കുറച്ചുകൂടെ വ്യക്തമായി വളരെ കറക്റ്റായിട്ട് രണ്ട് മെത്തേഡ് ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 4-ാം വാക്യത്തിലാണ് വായിച്ചത്. ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാണ്ടതിന് തന്നെ. ഇവിടെ പൗലോസ് എഴുതിയേക്കുന്നുണ്ടോ? അതായത് ന്യായപ്രമാണം ഇവൻ 10 കൽപ്പനയെങ്കിലും എടുത്തോ? ഈ 10 കൽപ്പന നമ്മുടെ മാനുഷികമായ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കിയാ നമ്മൾ ഫെയിൽ ആവും. പക്ഷെ ഇവിടെ പൗലോസ് പറയുന്ന വളരെ വ്യക്തമായ ഒരു കാര്യം, സപ്പോസ് ഇഫ് യു ആർ റെഡി ടു ഒബേ ദ ഹോളി സ്പിരിറ്റ്, ഒബേ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹോളി സ്പിരിറ്റ്, ആൻഡ് ഇഫ് യു ആർ റിയലി ഡെഡിക്കേറ്റിംഗ് അവർ ലൈഫ് ഫോർ ദാറ്റ് ഇൻസ്ട്രക്ഷൻസ്, 10 കൽപ്പന പറയുന്ന അതിനേക്കാളും ആക്യുറേറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും നമുക്ക്
നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി സാക്ഷ്യത്തോടെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തില് നമ്മൾ ഇനി അതിനകത്ത് വരും, നമ്മുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ 6-ാം അധ്യായത്തില് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിനെ നമ്മൾ എക്സീഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് 10 കൽപ്പനയെ അതിനേക്കാളും കൂടുതൽ നീതിമാന്മാരായിരിക്കണം പുതിയ നിയമ ക്രിസ്ത്യാനികൾ. അത് നടക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. We need to purposefully stop depending on our brain. അതുകൊണ്ടാണ് ഏറ്റവും ബുദ്ധിമാന്മാരിൽ ഏറ്റവും ബുദ്ധിമാനായ ശലോമോൻ പറഞ്ഞത്, നിനക്ക് തന്നെ നീ ബുദ്ധിമാൻ എന്ന് തോന്നരുത്. സദൃശവാക്യം 3-7 വാക്യം. എന്താ പറയുക? ഏറ്റവും ബുദ്ധിമാനായ ശലോമോന്റെ ബുദ്ധിയുടെ സിസ്റ്റം ഒന്ന് മനസ്സിലാക്കി കേട്ടോ. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ഹല്ലേലൂയ. Yes, from this we need to understand one thing. നമ്മൾ ഈ കേൾക്കുന്ന ബുദ്ധിമാനായ ഏറ്റവും വലിയ ബുദ്ധിമാനായ സോളമൻ എന്ന് പറയുന്നില്ലേ? ജ്ഞാനിയായ സോളമൻ എന്ന് പറയുന്നില്ലേ? Yes, he was not using his brain, rather he was using, hallelujah, ദൈവം കൊടുത്ത, ദൈവം പറഞ്ഞു തരുന്ന ജ്ഞാനത്തിലായിരുന്നു അവനത് എടുത്തോണ്ടിരുന്നത്. അങ്ങനെയാണ് അവൻ ഏറ്റവും വലിയ ജ്ഞാനിയായത്. hallelujah. If you are ready to take that method, കാരണം ഈ ശലോമോനാ പറഞ്ഞത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. അങ്ങനെ തോന്നുന്നത് ദോഷമാണ്, അത് ഈവിളാ. പകരം ദൈവത്തെ ഭയപ്പെട്ട്. അപ്പോ യെസ്, ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടന്റ്. നമ്മൾ വിചാരിക്കും യെസ് ഇറ്റ് ഈസ്, അതായത് നമ്മൾ ഒരു വിശ്വാസിയായ ചൈൽഡ് ഓഫ് ഗോഡ് ആയ യഥാർത്ഥമായ ദൈവത്തിന്റെ പൈതല് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് ദോഷമാണ്. അത് ഈവിളാണ്. ഞാൻ വചനത്തിന്റെ സത്യത്തിൽ നിന്നുകൊണ്ട്, വചനത്തിന്റെ ആഴത്തിലെ സത്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കുവാൻ കൃപ നൽകുമാണ്. എന്നെക്കാളും ബുദ്ധിമാൻ എന്റെ ദൈവമാണ്. സോ ഐ ബിലീവ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് ഐ അഡ്മയർ ആൻഡ് ഐ ഫോളോ. ഹല്ലേലൂയ. With the intelligence and the smartness and the wisdom and the understanding and the knowledge of my master, rather than I apply my mere human intelligence or mere understanding. I want heavenly wisdom. Yes. So Holy Spirit, ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് ഹോളി സ്പിരിറ്റിലൂടെയാണ് നടക്കുന്നത്. നമ്മളെ അമാനുഷികമായ അസാമാന്യമായ വ്യക്തികളാക്കി തീർക്കുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്, ഈ ഒരു മെത്തേഡിലൂടെയാണ്. അതുകൊണ്ടാണ് ദാവീദൊക്കെ ദൈവത്തെ ഫുൾ ടൈം മുന്നിൽ നിർത്തിവെക്കുക. ദാവീദിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ദൈവം, ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ദൈവം. ശലോമോൻ ഇവിടെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കുന്നുണ്ട്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കല്ലേ, പരിശുദ്ധാത്മാവ് തരുന്ന ബുദ്ധിയിൽ ആശ്രയിക്കുക. അങ്ങനൊരു സിസ്റ്റം ഉണ്ട്, പഴയ നിയമത്തിൽ വരവുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ എത്ര അധികം. ജീസസ് ഹല്ലേലൂയ. ഇവിടെ പിന്നെയും പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. Again, I want to distinct again. ആ ഒരു ഡിസ്റ്റിങ്ഷൻ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയാനായി. ഒരാൾ യഥാർത്ഥമായി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ട് സ്പിരിറ്റ്ലി ഗൈഡഡ് ആയിട്ടുള്ള വ്യക്തി ഓൾവേസ് ഹി ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് സോർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ. ആത്മാവിനുള്ളത് അയാൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ആത്മാവിനോട് സംസാരിക്കട്ടെ, ആത്മാവ് എന്നെ നടത്തട്ടെ എന്ന് അയാൾ പറയും. അത് അയാളുടെ രീതി. എന്നാ
ഈ ഒരു സിസ്റ്റം ഇല്ലാത്ത വ്യക്തി, ജഡത്തെ മാത്രം ആശ്രയിക്കുന്ന വ്യക്തി, എപ്പോഴും അയാൾ ഈ സോർട്ട് അനാലിസിസും റാഷണൽ തിങ്കിങ് ഒക്കെ നടത്തിക്കൊണ്ട് ഇത് അങ്ങനെ പോയാൽ ഇങ്ങനെ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ. ഓ ജീസസ്, എന്റെ അപ്പൻ അറിയാം യെസ് അവൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടോണ്ടിരിക്കുന്ന ആ പറയുന്ന വ്യക്തിയുടെ വാക്ക് ഞാൻ എടുക്കുള്ളൂ. ഓ ജീസസ്, ഹല്ലേലൂയ. Maybe you feel that what a fool he is. Maybe the superstition. No, it's not superstition. It's according to the word of God, according to the power of God, according to the system God has designed for me and for human being for eternal salvation. ആ മറ്റു മനുഷ്യർക്ക് ലോകത്തിന് ഇതിന്റെ സിസ്റ്റം ഇല്ല, അവർക്ക് അതിന് ആക്സസിബിലിറ്റി ഇല്ല. ഇവൻ സാത്താന് പോലും അറിയില്ല നാളെ എന്താ ചെയ്യുന്നത്. But my Father, my God knows what will happen tomorrow, and I trust and believe and take his instruction. That is the distinction. അപ്പോൾ ജഡസ്വഭാവമുള്ളവർ, അപ്പൊ ഞാൻ ഇതാണ് പറയുന്നത്, ചില വ്യക്തികൾ എപ്പോഴും ഇതുപോലെ സോർട്ട് അനാലിസിസ് നടത്തും. അതിന്റെ പല കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ സിസ്റ്റമാണ് സുഹൃത്തെ. ഇഫ് യു ആർ എ ചൈൽഡ് ഓഫ് ഗോഡ്, ഈവൻ യുവർ day-to-day affairs, business affairs, your technical matters, your studies or whatever, if you are a real child of God, you must consult with God. Don't depend on your worldly knowledge that you acquired from this world, because the ideas, the instructions, the wisdom that God is about to give you is much, it always supersede your mere intelligence. Whoever you are, നിങ്ങൾ ആരായാലും ഏത് ലെവലിലുള്ള വ്യക്തിയാണ്. So it's very important. Again is saying, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നമ്മളിപ്പോ വലിയ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സോർട്ട് അനാലിസിസ് ഒക്കെ നടത്തി നമ്മൾ ഈ ചിന്തിക്കുന്ന സാധനമില്ലേ, എന്നിട്ട് എത്ര നല്ല ഒരു അറൈവിൽ, നല്ല ഒരു ഡിസിഷനിലൊക്കെ എത്തൂലേ സുഹൃത്തെ, ഇതിന്റെ റിസൾട്ട് അവസാനം മരണമായിരിക്കും. Yes, according to the Bible it is saying that. കാരണം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തത് ദോഷമാകുന്ന ബുദ്ധിയുടെ പ്രമാണത്തിലാണ്, ജഡത്തിന്റെ പ്രമാണത്തിലാണ്. ആ ജഡം എപ്പോഴും നമ്മൾ മരണത്തിലോട്ട് കൊണ്ടെത്തിക്കാനേ ശ്രമിക്കുള്ളൂ. അവൻ ചതിക്കാനേ ശ്രമിക്കുള്ളൂ. അവനൊരിക്കലും നിത്യജീവൻ തരില്ല. നിങ്ങളുടെ നന്മ അവന് വേണ്ട. താൽക്കാലികമായ തന്ത്രങ്ങളിലൂടെ, താൽക്കാലികമായ അധികാരം പിടിച്ചെടുത്ത് നിത്യനാശത്തിലോട്ട് കൊണ്ടെത്താനുള്ള ടാക്ടിക്സ് മാത്രമേ അവൻ ചെയ്യുള്ളൂ. ഒരുപക്ഷെ താൽക്കാലികമായി നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുമായിരിക്കും, താൽക്കാലികമായി നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുമായിരിക്കും. പക്ഷേ എന്ത് റിസൾട്ട് മരണം. നീ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ഇങ്ങനെ പൗലോസ് വളരെ വ്യക്തമായി പറയാ, ഈ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ആള് യഥാർത്ഥമായി, അത് അവന് തന്നെ ദൈവവചനത്തിന് മുമ്പിൽ അനലൈസ് ചെയ്തറിയാം, ഇതുവരെ അയാളുടെ ലൈഫിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രവർത്തനം ഇല്ലെങ്കിൽ അയാൾ ആദ്യം രക്ഷിക്കപ്പെടും. യഥാർത്ഥമായ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, യഥാർത്ഥമായി സറണ്ടർ ചെയ്ത്, സ്വന്തം താല്പര്യങ്ങളൊക്കെ സറണ്ടർ ചെയ്ത് ദൈവത്തെ നമ്മുടെ കൺട്രോൾ ഏൽപ്പിക്കുന്ന നിമിഷം ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വരും. അവർക്ക് they can feel it. ആ ആത്മാവ് വരുന്നതിനൊരു സമാധാനത്തോടെ ഫീലിംഗ് വരും. അവനൊരിക്കല് യേശുവുമായിട്ടൊരു ഷെയ്ക്കാൻ കൊടുക്കണം. യെസ്, ഞാൻ അങ്ങോട്ട് വരുന്നു, അങ്ങനെ സഹായിക്കുന്നു, നിയന്ത്രിക്കുന്നു. ഞാൻ ഇത്രയും നാൾ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, ലോകപരിജ്ഞാനം ഉപയോഗിച്ച് പോയി നഷ്ടം. Failure. I am coming to you, God. You control me. You lead me. എന്ന് പറഞ്ഞ് അവന്റെ സന്നിധിയിൽ ചെല്ലുന്ന ആ അവസ്ഥയിലാണ് ആ ആത്മാവ് കിട്ടുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നൊരു കേസ് ഇതാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ഒരു വാണിംഗ് പോലെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം,
ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മരിക്കും എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവര് അവർ ദൈവത്തിന്റെ മക്കൾ തന്നെയായിരിക്കും. അവർക്കേ സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ദൈവത്തെ ഫോളോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. സമാധാനം ഉണ്ടാകും. ഡിപ്പെൻഡ് ചെയ്യുന്നത് ദൈവത്തിന്റെ ബുദ്ധിയിലായിരിക്കും. സമാധാനം നമുക്ക് കൊടുത്തേച്ചു പോകാൻ പറ്റും. പരിശുദ്ധാത്മാവ് അസമാധാനം അവരിലോട്ട് പകരും. ഇനി ഞാൻ അതിൻ്റെ ഒരു എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കാര്യങ്ങൾ പറയാം. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ജഡത്തിന്റെ ബുദ്ധിയിൽ, സാത്താന്യ സിസ്റ്റത്തിൽ എപ്പോഴും സമാധാനക്കേട്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സഭയിലെ പ്രശ്നങ്ങൾ, ജോലിസ്ഥലത്തിലെ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് സമാധാനം നശിപ്പിക്കുന്ന സാത്താൻ. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെപ്പോഴും സമാധാനത്തിന് എഗൻസ്റ്റ് ആയിട്ട് കാര്യങ്ങളെ പോക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണെന്ന് മനസ്സിലാക്കുക. കാരണം ദൈവത്തിൻ്റെ സിസ്റ്റം എപ്പോഴും സമാധാനത്തിൻ്റെ സിസ്റ്റം. ചില പ്രത്യേകമായ ശിക്ഷണത്തിൽ, ചില പ്രത്യേകമായ ദൈവികമായ സിസ്റ്റത്തിൽ ഒരു പക്ഷേ നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ അതൊന്നും യഥാർത്ഥമായ സമാധാനം എടുക്കുന്നതോ ഹൃദയത്തിൽ അല്ലെങ്കിൽ സാത്താൻ അവിടെ അഡ്വാൻറ്റേജ് എടുക്കുന്നു ആയിരിക്കത്തില്ല. പക്ഷെ അതല്ല യഥാർത്ഥമായി അനീതിയോടും സാത്താൻ സ്വന്തം താല്പര്യങ്ങളോടും ജഡത്തിന്റെ താല്പര്യങ്ങളോടും ചില സൈഡ് പിടിച്ചും ഒക്കെയുള്ള ഇഷ്യൂസും കാര്യങ്ങളും, ചില അനീതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതും ഒക്കെ പല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പുറകിൽ നടക്കുന്നതും ഒക്കെ സാത്താന്യമായിട്ട് ദൈവമക്കളെ, ഈ വചനം സത്യമാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാൻ ആയ ശലോമോൻ നമ്മളെ ഇങ്ങനെ ഉപദേശിക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കൊള്ളില്ല. അത് ദോഷമാണ്. പകരം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ആ സ്പിരിറ്റ് യേശു നമ്മളെ പഠിപ്പിച്ചെന്താ? സ്വന്തം അല്ല യേശു സംസാരിക്കുന്നത്, പകരം പിതാവിൽ നിന്ന് എന്തോ കിട്ടുന്നു അതൊക്കെ യേശു പറയുന്നു. യേശു നമ്മളോട് പറഞ്ഞെന്താ? യേശുവിൽ വസിക്ക്, നമ്മൾ അവനിൽ വസിക്ക്, ആ പരിശുദ്ധാത്മാവിനെ തരും, അവൻ പറയേണ്ടത് എന്തെന്ന് പറയിപ്പിക്കും, സകല സത്യത്തിൽ വഴി നടത്തും. അതിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ ഓൾറെഡി സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കും. ഈ വചനങ്ങൾ അദ്ദേഹം നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനായി വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു. അനേകർക്ക് ആശ്വാസമായി ഈ വചനം തീരണമേ. അനേകർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗൈഡ് ലൈനായി ഈ വചനം തീരുമാനമാണ്. യഥാർത്ഥമായി അങ്ങയെ മനസ്സിലാക്കുവാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാൻ, ഫോളോ ചെയ്യുവാൻ ഈ വചനം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദുഷ്ടനെ ഈ മിനിസ്ട്രിയിൽ നിന്ന്, ഈ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അത് ആര് കേട്ടാലും കർത്താവെ അവരുടെ ഹൃദയത്തിലോട്ട് ആഴത്തിൽ ഇടപെട്ടു. കർത്താവെ, അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫോളോ ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിനെ അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ റിസീവ് ചെയ്തിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്ട്രക്ഷനിൽ നടക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, ഈ വ്യക്തി ജീവനെ സഹായിക്കണമേ, കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ചെയ്തനായി സ്തോത്രം, സഹായിക്കണം. അന്ധകാര ശക്തികളെ മാറ്റി തന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ചെയ്തനായി സ്തോത്രം.
അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ, അങ്ങയുടെ രാജ്യം വരുവാൻ, അങ്ങയുടെ ഇഷ്ടം കർത്താവ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകുവാൻ ഈ വചനങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കൂടെ അങ്ങനെ ചെയ്തനായി സ്വന്തം മനസ്സിലാണ് എല്ലാ യേശുനാഥ് പ്രാർത്ഥന ചെയ്തു കേട്ടു.